മുൻ വിജിലൻസ് മേധാവിയായ ജേക്കബ് തോമസ് ശബരിമല കേസുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ കേസിൽ CBI അന്വേഷണം വേണം. അദ്ദേഹം ഇരുന്നപ്പോൾ പല വെട്ടിപ്പും തട്ടിപ്പും പിടികൂടിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പിടികൂടാൻ കഴിയില്ല. കാരണം ഇത് കേരളത്തിൽ മാത്രം ചുരുങ്ങി നിൽക്കുന്ന കേസല്ല. പല സംസ്ഥാനങ്ങൾക്കും ഇതിൽ പങ്കുണ്ട്, അവിടെ ഉള്ളവർക്ക് പങ്കുണ്ട്. അപ്പോൾ CBI വന്നാൽ മാത്രമേ കൃത്യമായി പ്രതികളെ കണ്ടെത്താൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ടല്ലോ. ഇപ്പം ഈ വിജിലൻസ് മേധാവിയായിട്ട് ജേക്കബ് തോമസ് IPS ഇരിക്കുന്ന സമയത്താണ് ശബരിമലയിലെയും മറ്റ് ദേവസ്വം ആസ്ഥാനങ്ങളിലെയും ഒക്കെ ഈ ക്രമക്കേടുകളും അഴിമതികളും ഒക്കെ ഇദ്ദേഹം പുറത്തു കൊണ്ടുപോകും. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം സർക്കാരിൻ്റെ കണ്ണിലെ കരടായി മാറിയത്. പിണറായി വിജയൻ്റെ ഒന്നും ഇഷ്ടപാത്രമല്ല ജേക്കബ് തോമസ്. അവസാനം ഇദ്ദേഹത്തിനെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു വകുപ്പിൽ കൊണ്ടുപോയി ഇട്ടു. ഷൊർണൂരിലെന്തോ ആയിരുന്നു അതിൻ്റെ ഓഫീസൊക്കെ. അവിടെ ആയിരുന്നു അദ്ദേഹം, ആ ഓഫീസിനകത്ത് തന്നെ അദ്ദേഹം താമസമൊക്കെ. പുസ്തകം എഴുതിയതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൂടുതൽ നടപടിയിലേക്കും മറ്റുമൊക്കെ പോവുകയൊക്കെ ചെയ്തു. ഇപ്പോൾ ജേക്കബ് തോമസ് BJPയിൽ സജീവ പ്രവർത്തകനായിട്ട് നിൽക്കുകയുമാണ്. ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്ക് എവിടെയൊക്കെയോ അദ്ദേഹത്തിന് ഇരിങ്ങാലക്കുട ഭാഗത്ത് വലിയ മേൽനോട്ട ചുമതല കൊടുത്തിട്ടുണ്ട്. മിക്കവാറും എനിക്ക് തോന്നുന്നു നിയമസഭയിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇദ്ദേഹം പറയുന്നത് ഇത് ഇപ്പോൾ പറയുന്നത് ഇദ്ദേഹത്തിന്റെ അനുഭവമാണ്. കാരണം അദ്ദേഹം അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഈ ശബരിമല ഈ സ്വർണ്ണപ്പാളി കേസ് മുമ്പോട്ട് അന്വേഷണം ഏത് തരത്തിൽ പോകുന്നു എന്നുള്ളത് ഇദ്ദേഹത്തിന് അറിയാം. അത് എവിടെ കൊണ്ട് അവസാനിക്കും എന്ന് കൃത്യമായിട്ട് അറിയാം. ഈ അന്വേഷണം വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കുക മാത്രമാണ് എന്നാണ് പറയുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഇത് ശരിയായ ദിശയിലാണോ എന്ന് ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് പരിമിതിയുണ്ട്, അത് CBI അന്വേഷണമാണ് വേണ്ടത്. ഒരുപക്ഷെ ഈ സ്വർണ്ണപ്പാളികൾ ഇതര സംസ്ഥാനങ്ങളിലേക്ക് പോയിട്ടുണ്ട്, അതല്ലെങ്കിൽ വിദേശത്തേക്കും പോയിട്ടുണ്ട്. ഈ ക്രൈംബ്രാഞ്ചിന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയ ഒരു കേസ് അന്വേഷിക്കുന്നതിന് അതിൻ്റേതായ പരിമിതികളുണ്ട്. CBIക്ക് അതില്ലല്ലോ. CBIക്ക് രാജ്യത്ത് എവിടെയും ചെല്ലാം. മുഖ്യമന്ത്രി ഒപ്പിട്ടാൽ മതി CBI അന്വേഷണത്തിന്, അല്ലെങ്കിൽ കോടതിയോട് ആവശ്യപ്പെട്ടാൽ മതി, CBI ഉടൻ ഇറങ്ങുമെന്നുള്ളതാണ്. വിദേശത്ത് പോയി കഴിഞ്ഞാലൊക്കെ ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിന് എന്ത് ചെയ്യാൻ പറ്റും? അതുമല്ല, ഇതിനകത്ത് ഈ കവർന്ന സ്വർണം വീണ്ടെടുക്കാൻ കഴിയുമോ എന്ന് ഇദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചിരുന്നു. അതിന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മോഷണ സ്വർണം ഉരുക്കി രൂപം മാറ്റിയാൽ കണ്ടെടുക്കുക എളുപ്പമല്ല, തൊണ്ടി കിട്ടുന്നില്ല. അപ്പോൾ എന്താണത്? അന്വേഷണം മെല്ലെയാക്കുന്നത് ഇതിനു വേണ്ടിയാണ്, ഈ തെളിവ് നശിപ്പിക്കാനാണ്. ഇപ്പോൾ തന്നെ പല രൂപത്തിൽ ഇത് മാറ്റിക്കാണും. അപ്പോൾ പിന്നെ ഏതെങ്കിലും തരത്തിൽ തെളിവ് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് തെളിവ് നശിപ്പിക്കാനാണ് ഈ മോഷ്ടിക്കുന്ന വിഗ്രഹങ്ങൾക്ക് അന്താരാഷ്ട്ര വിപണിയിൽ വലിയ വിലയുണ്ട്, അതിനൊരു ദിവ്യത്വമുണ്ട്. ഇപ്പം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ ഈ ദ്വാരപാലകരുടെ ഈ സ്വർണ്ണപ്പാളികൾ എടുത്തുകൊണ്ട് കർണാടക, തമിഴ്നാട്, ആന്ധ്ര, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ പലയിടങ്ങളിലും നടന്ന് ഉന്നതന്മാരുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ എത്തി ശബരിമലയുടെ പേരിൽ പൂജ ചെയ്ത് പണസമ്പാദനം നടത്തിയിട്ടുണ്ട്. ലക്ഷക്കണക്കിന് രൂപ സമ്പാദനം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വേറൊരു വിധി വന്നിട്ടുണ്ട്. അതായത് ശബരിമലയിലെ മേൽശാന്തിമാരുടെ താഴെ നിൽക്കുന്ന സഹശാന്തിക്കാരന്മാരും പരികർമ്മികളും ഉണ്ട്, അവരുടെ ലിസ്റ്റ് കൊടുക്കണം. കോടതിയുടെ നിരീക്ഷണത്തിലാണ്. ഇപ്പം ഞാൻ മേൽശാന്തിയായാൽ എനിക്ക് താഴെ എത്ര ശാന്തിക്കാരെ വേണമെങ്കിലും എനിക്ക് തീർച്ചപ്പെടുത്തണം. കാരണം എനിക്ക് സഹായിയായിട്ട് വേണം. അതിന് ശമ്പളം കൊടുക്കുന്നത് ഇപ്പോഴും ഈ കോടതി തന്നെ ഇടപെടണം. ദേവസ്വം ബോർഡ് മൗനത്തിലാണല്ലേ? ദേവസ്വം ബോർഡ് മൗനത്തിലാണ്. ഇപ്പം ഹൈക്കോടതിയുടെ ഒരു ജഡ്ജി എപ്പോഴും സന്നിധാനത്തുണ്ട്. അത് വർഷങ്ങളായിട്ടുള്ളതാണ്. ശബരിമലയിൽ നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായ സാഹചര്യം മുതൽ അവിടെ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ ജഡ്ജി ഇടപെടാറുണ്ട്.
അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. കാരണം ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിവർ എന്ന് പറയുന്ന ആൾ പരികർമ്മിയായിട്ട് നിന്നാണ് ഇത്രയും ബന്ധങ്ങളൊക്കെ ഉണ്ടാക്കി. എന്താ മുരാരി ബാബു, പേര് തന്നെ വലിയ വിചിത്രമാണ്. അപ്പം ഈ മുരാരി ബാബു ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതിനോടൊപ്പം തന്നെ വേറൊരു ഒരു കള്ളനുണ്ടല്ലോ, ഈ ശ്രീ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തെന്ന് പറയുന്നത്. അപ്പൊ വിട്ടയച്ചു. അപ്പൊ ഇതെല്ലാം ഒരു ലിങ്കാണെന്നുള്ളതാണ്. അപ്പൊ ഇതിനൊരു ദിവ്യത്വമുണ്ട് ഈ സ്വർണ്ണപ്പാളികൾക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ സംസ്ഥാനങ്ങളിലൊക്കെ കൊണ്ടുപോയി അവിടെ സ്ഥാപനങ്ങളിലും വീടുകളിലും ഒക്കെ നടത്തി പൂജ നടത്തി ലക്ഷങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ദക്ഷിണയായിട്ട് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഇത് വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നും ജേക്കബ് തോമസ് ചോദിക്കുന്നുണ്ട്. അതായത് ഉറപ്പായും ഈ സ്വർണ്ണപ്പാളി ചെമ്പാക്കി വ്യാജരേഖ ഉണ്ടാക്കിയത് ബോർഡാണ്, അതൊരു ക്ലർക്കിൻ്റെ പിശകല്ലല്ലോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇപ്പം മുരാരി ബാബു തന്നെ സമ്മതിച്ചു കഴിഞ്ഞു, ഇത് ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്, ഇതിൽ ഗൂഢാലോചനയുണ്ട് എന്ന് പറഞ്ഞത് കോടതി പോലും ഞെട്ടിപ്പോയി. കാരണം കാര്യം കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. മുരാരി ബാബു അവിടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന സമയത്തുള്ളതാണ്. അപ്പം ഈ ബോർഡ് വരെ, ഇപ്പോൾ നിലവിലിരിക്കുന്ന ബോർഡ് വരെ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊരു ചോദ്യം ഇദ്ദേഹത്തോടെ ചോദിച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൻ്റെ പരിമിതികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അതിന് അദ്ദേഹം പറയുന്നുണ്ട്, മുൻകാലങ്ങളിൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച പല അഴിമതികളും തട്ടിപ്പുകളും ഒക്കെ തന്നെ ഒതുക്കപ്പെടുകയാണ് ചെയ്തത്. കേസുകൾ തടസ്സപ്പെടുത്താനായിട്ട് ഭരണ സംവിധാനത്തിന് കഴിയും. അന്വേഷണ ഏജൻസികളുടെ സമയം കളയുകയാണ് ലക്ഷ്യം. ഇത് കാരണം എന്തു പറ്റും? തെളിവുകൾ നശിപ്പിക്കപ്പെടും, സാക്ഷികളെ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പിന്നെ സ്വർണ്ണ കൊള്ളയിൽ വമ്പൻ സ്രാവുകൾക്ക് പങ്കുണ്ടാവുമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അത് ഇദ്ദേഹം പറയുന്നത് തീർച്ചയായിട്ടും ഉണ്ട്. അല്ലാതെ ഇങ്ങേയറ്റത്തെ ഒരു പരികർമ്മി മാത്രമായിട്ടുള്ള ഏർപ്പാടൊന്നുമല്ല ഇതിനകത്ത് നടന്നിട്ടുള്ളത്. വലിയ ബന്ധങ്ങൾ ഇതിനകത്തുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ എന്തുകൊണ്ട് CBI അന്വേഷിക്കുന്നതിന് ഇനി സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചതിന് അദ്ദേഹം പറയുന്നത്, ഒരു നിമിഷം പോലും വൈകിക്കാതെ അന്വേഷണം CBIക്ക് വിടാം. ഇപ്പം മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, ദേവസ്വം ബോർഡിലെന്നല്ല എവിടെയും അഴിമതി നടത്തിയവരെ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. മടിയിൽ പിന്നെ കനമുണ്ടെങ്കിലല്ലേ ഭയപ്പെടേണ്ടതുള്ളൂ. ഇതൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്. അങ്ങനെ പറയുന്ന മുഖ്യമന്ത്രിക്ക് ഈ കേസ് എന്താ CBIക്ക് വിടുന്നതിന് എന്താ ഇത്ര താമസം എന്നുള്ളതാണ്. ഇത് വലിച്ചു നീട്ടിക്കൊണ്ടുപോവുക. നേരത്തെ ഒരു കാര്യം പറഞ്ഞല്ലോ, സ്വർണമാണ്, ഇത് ഉരുക്കി വേറെ രൂപത്തിലാക്കാം. ഇത്രയും നാൾ കൊണ്ടു നടന്ന് പണസമ്പാദനം നടത്തി, ഇനി ഇത് പിടിക്കപ്പെടും എന്നുള്ളൊരവസ്ഥയിലേക്ക് കടന്നു കഴിഞ്ഞു. നീട്ടിക്കൊണ്ടുപോകുമ്പോൾ ഇത് വേറെ രൂപത്തിലാണ്. ഇനി ഇദ്ദേഹമാണ് തെറ്റിയതെന്ന് പറയുമല്ലോ, ഇപ്പോൾ ഒരു ട്രെൻഡ് ഉണ്ട്, പറഞ്ഞ ആളിനെ തന്നെ ഇദ്ദേഹത്തിന് എന്തുകൊണ്ട് ഇത് നേരത്തെ അറിഞ്ഞുകൂടാ, കണ്ടിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ളതും ചോദിക്കാം. അപ്പൊ എന്നിട്ട് പറയുന്നത്, പിന്നെ സ്വർണം പൊതിഞ്ഞതും കർണാടക സ്വദേശിയാണ്. പിന്നെ ഭഗവാന് നൽകുന്ന കാണിക്ക ഉത്തരവാദിത്തത്തോട്, അത് ഇപ്പം നമ്മൾ കാണിക്ക ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് പൊതുസ്വത്തായി മാറുകയാണ്. ഈ പൊതുസ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടത് ആരാണ്? സർക്കാരാണ് സംരക്ഷിക്കപ്പെടേണ്ടത്. ആ പൊതുസ്വത്താണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന്, സർക്കാരിൻ്റെ അനാസ്ഥയിൽ അവിടെ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ CBI അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഒരു ഒപ്പിടുക, അല്ലെന്നുണ്ടെങ്കിൽ CBI വേണമെന്ന് ഹൈക്കോടതിയെ അറിയിക്കാം. കോടതി ഇത് പിന്നെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നടപടിയിലേക്ക് കടക്കും. CBIക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ CBI വരികയും ചെയ്യും, അന്വേഷണം മാറുകയും ചെയ്തു. ശബരിമല കേസിൽ CBI വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവം മാറും എന്നുള്ളതാണ്. ഇതിനു മുൻപുള്ള പല കഥകളുടെയും ചുരുൾ അഴിയും. എന്തായാലും ജേക്കബ് തോമസ് പല കാര്യങ്ങളും അറിയാം എന്നുള്ളത് കൊണ്ടാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.